ഫൈനലി ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1761 ബ്രീഫ് ആയിട്ട് സ്പോയിലേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അധികമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഗോഡ് വാലിയാണ് മെൻഷൻ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് ഒഫീഷ്യലി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇടുന്നതായിരിക്കും. അതായത് ചാപ്റ്റർ ഇറങ്ങാൻ നേരത്ത് അതിന്റെ ഡീറ്റെയിൽ ഉള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഇടുന്നതാണ്. അത് പക്ഷേ ഇടുന്നത് ഈ പേജിൻ്റെ അകത്തല്ല, പകരം നമ്മുടെ ഒഫീഷ്യൽ പേജിൻ്റെ അകത്താണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യം, ഈ ചാപ്റ്റർ കഴിഞ്ഞ കുറച്ച് ചാപ്റ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള സെൻസിറ്റീവ് ഉള്ള കണ്ടൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഗോഡ് വാലിനെ പറ്റിയുള്ള കുറേയധികം ഡീറ്റെയിൽസും ഇൻഫോർമേഷനും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ പേര് തന്നെ എ പോയം ഓഫ് ലവ് ബൗണ്ട് എമിഡ് എ റെയിൻ ഓഫ് ആരോസ് എന്നാണ്. ഇതിനകത്ത് നമുക്ക് 2 കാർ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം കളർ സ്പ്രെഡ് ആണ്. അതിനകത്ത് നമ്മുടെ സ്ട്രോ ഹാറ്റ് ക്രൂ ആയിട്ടുള്ള ഒരു ഹുക്ക് മെഷീനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോർമൽ കാറിൻ്റെ അകത്ത് നമ്മുടെ യാമറ്റയും മോമയും കീമോണും ഇവരെല്ലാവരും കൂടെ ആ ഷ്രൈൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ വേഴ്സസ് ഹോളി നൈറ്റ് ആണ്. ആൻഡ് ഈ ഹോളി നൈറ്റിൻ്റെ അകത്ത് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് ഒരു വുമനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഷാർപ്പ് ഫാങ്സ് ഒക്കെ ഉള്ള അവളുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. ആൻഡ് അവളാട്ടെ ഡ്രാഗനെ നന്നായിട്ട് തന്നെ ഡാമേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കട ഒരു ബീമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡ്രാഗൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൾ നമ്മുടെ ഡ്രാഗനെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് വൈറ്റ് ബിയർഡ് അവിടേക്ക് വന്ന് നമ്മുടെ ഡ്രാഗനെ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അറിഞ്ഞുകൊണ്ടല്ല. അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ റോക്സിനെ കുറേ അധികം പൈരറ്റ്സ് ബിട്രേ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വൈറ്റ് ബിയർഡും ലിനിനും കായുടെ ഇവരെല്ലാം കൂടെ ടീം അപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ റോക്സിന്റെ കൂടെ നിൽക്കാനായിട്ട്. ഈ ടൈമിൽ ഗാർപ്പ് അവിടേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ ലിന്നായിട്ട് ഒരു വലിയൊരു ഫയർ ബേസ്ഡ് അറ്റാക്ക് ഗാർപ്പിന്റെ മേത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിരുന്നു. പക്ഷേ നമ്മുടെ വൈറ്റ് ബിയർഡും ലിനും കായുടെ അവിടുന്ന് ഓടിപ്പോകുവാണ്. കാര്യം അവർക്ക് ഗാർപ്പായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. പക്ഷേ കായുടെക്ക് ഗാർപ്പായിട്ട് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. റോജർ പൈററ്റ്സും റോക്സ് പൈററ്റ്സും കണ്ടുമുട്ടാറായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ വൈറ്റ് ബിയർഡ് ഉണ്ട്, ബിഗ് മോം ഉണ്ട്, ഷീക്കയുണ്ട്, കായുടെ ഉണ്ട്. ഇവരെല്ലാവരും തന്നെയുണ്ട്. ആൻഡ് ആ ഗോഡ് വാലി സിറ്റിയിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാക്കിനാണ്. ഷാക്കിയായിട്ട് അവിടുന്ന് തനിയെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഷോമേസ് അവിടേക്ക് ചെന്ന് അവളെ പിടിച്ച് വീണ്ടും അവിടെ കൊല്ലാൻ നോക്കി. അവൾ മരണത്തിന്റെ തൊട്ട് മുമ്പിൽ വരെ എത്തി. പക്ഷേ പെട്ടെന്നായിരുന്നു റെയിലി അവിടേക്ക് വന്ന് നമ്മുടെ ഷോമേസിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അതും വളരെ പവർഫുൾ ആയുള്ള ഒരു അറ്റാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് റെയിലി നമ്മുടെ ഷാക്കിനെ ജയിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന റോജറും ഗബാനും കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. അതിനർത്ഥം വരുന്ന വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ നമുക്ക് ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്ത ചൊവ്വാഴ്ച അടുത്ത സ്പോയിലേഴ്സും കിട്ടുന്നതാണ്. സോ അതിനൊക്കെ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.